എന്താ ഇന്നത്തെ പൂക്കളം? ഇപ്പൊ മുടിയും. ഇന്നത്തെ പൂക്കളത്തിന് എന്റെ വക ഒരു കൊച്ചു സംഭാവന. എവിടുന്ന് കെട്ടുപറിച്ചതാ? സീതേ, ഞാൻ അങ്ങനെ ചെയ്യോ? വഴിന്ന് കുറിച്ചതാ. നിങ്ങളായോട്ട് ചോദിച്ചതേ ഉള്ളൂ. സീതാമോയ്, നടന്ന കഴിഞ്ഞ സീതാമോയ്, നമുക്ക് ഇന്നത്തെ പൂക്കളെ ഒരു 10 അടി വിസ്താരത്തിന് നീളത്തിന് കിട്ടാൽ എന്താ പറയണ? 10 അടി അങ്ങ് കുറഞ്ഞു പോയില്ലേടാ. എടാ അതൊക്കെ തിരുവോണത്തിന്, ഇപ്പൊ ഇതുപോലെ ചെറിയ കളം മതി. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, നമ്മൾ ഇന്നാണ് ഓണക്കോടി എടുക്കാൻ പുറത്തു പോകാം എന്ന് പറഞ്ഞ ദിവസം. അതുകൊണ്ട് എല്ലാരും അവരുടെ പണിയൊക്കെ തീർത്ത് ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങുവാണെങ്കിൽ നല്ലത്. പിന്നെ ഉച്ചഭക്ഷണം നമ്മൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. அப்படின்னா இன்னைக்கு ஒன்னும் சமைக்க வேண்டாமா? എന്റെ പൊന്ന് കനകന്റെ, അതാണ് ലച്ചൂസ് പറഞ്ഞേ. ഇന്നത്തെ നമ്മൾ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കും. അറിയാലോ ഓണക്കോടിയൊക്കെ എടുക്കാൻ പോകുമ്പോഴുള്ള അവസ്ഥ. അത് തന്നെ, എപ്പോ വരാൻ പറ്റുന്നതും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ. അത് പറഞ്ഞപ്പോഴാണ് എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സീതാമോ, ഓരോ കടയിൽ കയറിയിട്ടും 1 മണിക്കൂറേ അവിടെ ചെലവഴിക്കാൻ പാടുള്ളൂ. അത് കഴിയുമ്പോ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും നിന്ന് തീരത്തേ ഉള്ളൂ. ദാരിയെ പറയണേ, കഴിഞ്ഞ ദിവസം ഒരു ഷർട്ട് മേടിക്കാൻ 100 കടയിൽ കയറി ഇറങ്ങിയല്ലോ. എന്നിട്ട് ഒരെണ്ണം മേടിച്ച ഇല്ലല്ലോ. അത് ഇഷ്ടപ്പെടുന്ന ഒരു ഷർട്ട് കിട്ടണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ ഞങ്ങൾക്ക് എല്ലാം നോക്കണ്ടേ. ആണ്ടില് സംക്രാന്തിക്ക് ഇതുപോലെ ആഘോഷങ്ങൾക്ക് എല്ലാവരോടും ഒരുമിച്ചൊന്ന് പോണേ. കുറച്ചങ്ങ് കഷ്ടപ്പെടണം. അളിയാ, നീ എന്തിനാണ് എന്നെ വിളിക്കണേ? നീ ആയിട്ട് ചോദിച്ചു വാങ്ങിയല്ലോ. എടാ, നിന്റെ ഈ പൊട്ട സ്വഭാവം കാരണമാണ് ഓരോ കാമുകിമാരും നിന്നെ ഇട്ടിട്ട് പോണത്. ആഹാ, അപ്പൊ അങ്ങനെയാണോ കാര്യങ്ങള്? എന്നിട്ട് ഇവൻ എന്നോട് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഇവന്റെ പിന്നാലെ പെമ്പിള്ളേര് ക്യൂ ആണ്, ഇവൻ ശല്യംകാരനെ ഒഴിവാക്കി വിടുകയാണെന്നൊക്കെയാണല്ല. ഇവന്റെ ശല്യംകാരനെ അവര് ഒഴിവാക്കി വിടുന്നതാ. ഒന്ന് പോലെച്ചോ അവിടുന്ന്. എന്റെ കൊച്ചിനെ നല്ലൊരു പെങ്കൊച്ചു വരും കേട്ടാ? കാത്തിരുന്നു കാത്തിരുന്നു പുഴമെലിഞ്ഞു കരകവിഞ്ഞു കാലവും കടന്നു കുഴപ്പമില്ലാച്ചാ. എടാ, ഞാൻ ചുമ്മാ ഒരു പാട്ട് പാടിയതാടാ. നിങ്ങൾ ചുമ്മാ അവനെ ഇങ്ങനെ കളിയാക്കല്ലേ. അപ്പൊ നീ പാടിയതോ? ഞാൻ പിന്നെ കൂടെ അങ്ങ് പാട്ട് പാടിയെന്നല്ലേ ഉള്ളൂ. അവനെ ഉള്ള പെണ്ണുങ്ങളൊക്കെ പറ്റിച്ചിട്ടിട്ട് പോകുന്നെന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? സീതാമോ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തേടാ. എടാ, നീ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിടാ. പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടിന്നാണ്. പഴമൊഴി. പഴംപൊരി. പഴമൊഴി. നിങ്ങളൊക്കെ എണ്ണി വെച്ചോ? ഇതൊക്കെ ഞാൻ മാറ്റി പറയിക്കോളിയാ. പറയിപ്പിക്കാതിരുന്നാ മതി. അതാടാ നിനക്ക് നല്ലത്. ഒന്നുമില്ല. അതെ അതെ അതെ, എല്ലാരും അവരുടെ പണിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് റെഡി ആവണേ. ഒരുപാട് ലേറ്റ് ആക്കരുത്, പോയിട്ട് വരാനുള്ളതാ. സീതേ, സീതേ. എന്താ ഏട്ടാ? ഞാനേ ഒന്ന് നടന്നിട്ട് വരാം. നടക്കാൻ പോണെന്നോ? ഇപ്പൊ കുറച്ചു മുന്നേ നടക്കാൻ പോയിട്ടല്ലേ വന്നേ. അച്ഛൻ നമുക്ക് പർച്ചേസിന് പോണ്ടേ? നിങ്ങളാരും റെഡി ആയിട്ടില്ലല്ലോ. ഞാൻ അപ്പോഴേക്കും വരാം. നിങ്ങൾക്കിപ്പോ റെഡിയാവൊന്നും വേണ്ടേ? എനിക്ക് റെഡിയാവാൻ വേണ്ടി 5 മിനിറ്റ് പോരെ? എന്നാലും ഇതെന്തൊരു കഷ്ടാണ്. അച്ഛനല്ലേ പറയാ റോഡിൽ മൊത്തം ബ്ലോക്ക് ആയിരിക്കും, പെട്ടെന്ന് പോയിട്ട് വരണം എന്നൊക്കെ. റെഡി ആയിക്കോളാം മോളെ. എന്നെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. അച്ചാച്ചൻ പോയിട്ട് പെട്ടെന്ന് വരാടാ. അച്ചാച്ചൻ പോയിട്ട് വരുമ്പോ കല്ലൂര് മിഠായി വാങ്ങിയിട്ട് വരാം. ഇടുക്കി. അപ്പൊ ഞാനൊന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാം. നിങ്ങൾ സമയം കളയാണ്ട് വേഗം റെഡിയാകാൻ നോക്കും. വേഗം വരണേ ചേട്ടാ.